അവരിപ്പോൾ ഒരു പുതിയ മിലിറ്ററി എക്സർസൈസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഇഖ്തദാർ എന്നാണ്. ഇഖ്തദാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മൈറ്റ്, ശക്തി എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഇപ്പോൾ അവരുടെ ശക്തി കാണിക്കാനായിട്ട് ആകുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കാര്യം, ഈ എയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എയർഫോഴ്സ് എയർ ഡിഫൻസസിനെ നല്ല ടൈറ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ആർമി തൊട്ട് എയർഫോഴ്സുള്ള എല്ലാവരുടെയും കൂടിയുള്ള ശക്തി പ്രകടനങ്ങൾ ത്രൂ ഔട്ട് ദി കൺട്രി നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ന്യൂക്ലിയർ പ്ലാന്റ്സിൻ്റെ ചുറ്റും, പ്രത്യേകിച്ച് നത്താൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു മെയിനായിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റ്, അതിൻ്റെ ചുറ്റും IRGC എന്ന് പറഞ്ഞിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർ. അപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ ആൾക്കാർ അതിൻ്റെ ചുറ്റും നിറഞ്ഞിരിക്കുകയാണ്. ഏത് സാഹചര്യം വന്നാലും നേരിടാനായിട്ടൊക്കെ ഉറച്ചു. അപ്പോൾ ഇറാന് തന്നെ ഏകദേശം ബോധ്യമായിട്ടുണ്ട് ഈ ആക്രമണം നടക്കും എന്നുള്ളത്. അതായത് ഈ മിലിറ്ററി അറ്റോമിക് എനർജിയുടെ സ്ഥലങ്ങൾ ആക്രമിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്ക് ആക്രമിച്ചേക്കാം, അതുകൂടാതെ ഇസ്രായേൽ ഇടപെടാതെ തന്നെ അമേരിക്ക ആക്രമിച്ചേക്കാം എന്നൊക്കെയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അത്ഭുതമാണ്. കാരണം ജനുവരി 20 ആകാനായിട്ട് ട്രംപ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.